ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ദോശക്കല്ല്, ഇതേപോലെ ഇരുമ്പിൻ്റെയൊക്കെ ദോശക്കല്ല് നമ്മൾ ദോശ ചൂടാതെ മാറ്റിയിടുമ്പോഴത്തേനും അതിനകത്ത് ഇരുമ്പിൻ്റെയൊക്കെ ചുവ വരും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതേപോലെ കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് ഇതേപോലെ ഒരു തുണി വെച്ച് ജസ്റ്റ് ഒന്ന് ഇതേപോലെ നാക്കിയിട്ട് ആ ഉപ്പ് കൂടി ഒന്ന് മാറ്റുക. അതിനുശേഷം നമുക്ക് കല്ല് ചൂടായി വരുമ്പോഴത്തെ തന്നെ ഇതേപോലെ കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ച് കൊടുത്തിട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോഴത്തേനും ആ ഇരുമ്പിൻ്റെ അംശം എല്ലാം ഉണ്ടെങ്കിൽ ഇളകിപ്പോയിട്ട് നല്ല രീതിയിൽ നമുക്കിതിനകത്ത് ദോശ ഇട്ടെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ എത്ര നാൾ ഇതേപോലെ ഉപയോഗിക്കാതെ മാറ്റിയിട്ടാലും നമുക്കിത് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിനകത്ത് ദോശ ചുട്ടെടുക്കുന്നതായിരിക്കും അതിൻ്റെ നോൺ സ്റ്റിക്ക് പാനിനേക്കാളും നല്ലൊരു ടേസ്റ്റ് ഇതിനകത്ത് ദോശ ചുട്ടെടുക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ മാറ്റിയിട്ട് ദോശക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ദോശ ഇളകി കിട്ടും, നല്ലൊരു ടേസ്റ്റുമാണ്. ഇനി നമുക്ക് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഇനി നമുക്ക് ദോശ ചുട്ട് എടുക്കാനകത്ത് അപ്പോൾ അതിനായിട്ട് ആദ്യം ഒന്ന് കല്ലൊന്ന് ചൂടാക്കുക. അതിനുശേഷം നമ്മൾ സവാളയുടെ ഒരു കഷ്ണം ഉണ്ടല്ലോ അതൊന്ന് അരിഞ്ഞു കൊടുക്കാം. അരിഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഈ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ സവാള ഇല്ലെങ്കിൽ ഇതേപോലെ എണ്ണ ഒഴിച്ചിട്ടൊന്ന് തേച്ചാലും മതി. ഇപ്പോൾ ഞാൻ ആ നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് നമ്മൾ സവാള ഇതേപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ദോശ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഇളകി കിട്ടും. അപ്പോൾ എത്ര നമ്മൾ ഉപയോഗിക്കാതെ പഴകിയ ദോശക്കല്ലുണ്ടെങ്കിലും ഇരുമ്പിൻ്റെ ദോശക്കല്ലുണ്ടെങ്കിലും ഇതേപോലെ നമുക്ക് മെടുക്കിയെടുക്കാൻ പറ്റും. ഇനി ഞാൻ അതിനകത്ത് ദോശ ഇട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഏത് ദോശ വേണേലും അതേപോലെ തന്നെ ഗോതമ്പിൻ്റെ ദോശ എന്ത് വേണേലും നമുക്കിതിനകത്ത് നല്ല ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ നെയ്യ് ചേർക്കേണ്ടുള്ളവർക്ക് നെയ്യ് തേച്ച് കൊടുത്തിട്ട് നമുക്ക് മടക്കിയെടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് നെയ്യൊന്ന് തേച്ച് കൊടുക്കുകയാണ്. ഉണ്ടോ, നല്ല പൂവ് പോലെ തന്നെ ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ വെള്ളിയുടെ കുലിസൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് പൗഡർ ഇട്ട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ പുതുമ നഷ്ടപ്പെടാതെ എപ്പോഴും നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കും. എന്നിട്ട് ഇതേപോലെ ഒന്ന് കുടഞ്ഞ് വെച്ചാൽ മതി. ഇപ്പോൾ വെള്ളിയാണേലും സ്വർണ്ണമാണേലും നമുക്ക് ഇതേപോലെ ഒന്ന് പൗഡർ തൂക്കിയിട്ട് ഇതേപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ പുതുമ നഷ്ടപ്പെടാതെ നല്ല പുതിയതുപോലെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും. അടുത്ത ടിപ്പിലോട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ ചീർപ്പ് വെള്ളം നനച്ച് കഴുകണ്ട. അപ്പം അതിന് പകരം നമുക്ക് ഇതേപോലെ പൗഡർ ഇട്ടിട്ട് ഒന്ന് ബ്രഷ് വെച്ച് ഒന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും. നമുക്ക് ഉടനെ തന്നെ തല ചീവുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതല്ല എങ്കിൽ നമ്മൾ കഴുകി ഉണക്കിയൊക്കെ എടുക്കണ്ടേ. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ പെയിൻ ചീർപ്പാണേലും ഏത് ചീർപ്പാണേലും ഇതേപോലെ നമുക്ക് പൗഡർ തൂക്കി ബ്രഷ് വെച്ചൊന്ന് തേച്ചെടുക്കാം. അപ്പോൾ നല്ല പുതിയതുപോലെ തന്നെ ആയിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് പൗഡർ ഒന്ന് കുടഞ്ഞെടുത്തിട്ട് എടുത്താൽ മതി. നമുക്ക് അടുത്ത ടിപ്പിലോട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ കറിവേപ്പില മൈലാഞ്ചിയൊക്കെ ഉറുമ്പരിച്ചിട്ട് ഇതേപോലെ ഇലയൊക്കെ കൊഴിഞ്ഞ് നിൽക്കും അല്ലേ. അപ്പോൾ അതിനകത്ത് കുറച്ച് പൗഡർ തൂക്കിയിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതേപോലെ വാഷ് ബേസിനകത്ത് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണം നമുക്ക് അവിടെ നിൽക്കിട്ടും. നമുക്ക് ഹാളിനകത്തൊക്കെ നല്ലൊരു മണമായിരിക്കും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ ഇതേപോലെ പൗഡർ വെച്ചിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പ് തുടച്ചെടുക്കാം. അപ്പം നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥിരം ഉപയോഗിക്കുന്ന ഗ്യാസ് അടുപ്പിൽ എണ്ണമയമൊക്കെ കാണുമല്ലോ, എണ്ണമയമൊക്കെ തെറിച്ചിട്ട്. അപ്പം ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ മൊത്തത്തിൽ എല്ലായിടത്തും ഒന്ന് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ടിഷ്യൂ പേപ്പറോ കോട്ടൺ തുണിയോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പം നമുക്കതിൻ്റെ ആ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഇതെല്ലാം ഒന്ന് തുടച്ചെടുക്കുക. നല്ലോണം ഒന്ന് പൗഡർ ഇട്ടിട്ട് നല്ലോണം എല്ലായിടത്തും ഒന്ന് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുക. പ്രത്യേകിച്ച് ഇതിനകത്ത് സോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. ഇതിട്ടൊന്ന് തൂത്ത് തുടച്ചെടുത്താൽ മതി. അപ്പം ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ നമുക്ക് കാണാം അതിൻ്റെ വ്യത്യാസം. നല്ലൊരു കളറും നല്ലൊരു വെട്ടവും ആയിരിക്കും. പുതിയ സ്റ്റൗ പോലെ ഇരിക്കും. ഇതിപ്പം 10-20 വർഷം പഴക്കമുള്ള ഒരു സ്റ്റൗവാണ്. എന്നാൽ തന്നെയും ഞാൻ ഇതേപോലെയൊക്കെ സൂക്ഷിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും പുതിയതുപോലെ ഇരിക്കുന്നത്.
അപ്പോൾ ഞാനിതൊക്കെ ഇട്ടതിന് ശേഷം ബർണർ ഒരു കംപ്ലൈൻറ്റ് കാണത്തില്ല. കാരണം നമ്മൾ ഇതേപോലെ പിന്നെ പൗഡർ പൊടിയൊക്കെ ഇട്ട് കഴുകുകയാണ് തുടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഉറുമ്പിൻ്റെ ശല്യമൊന്നും കാണത്തില്ല. ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആ ട്യൂബിനകത്തൊക്കെ കയറിയിട്ട് ഗ്യാസ് ബർണറൊക്കെ കത്തുന്നതിനൊക്കെ പ്രശ്നം ഉണ്ടാകും. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കണ്ടോ നല്ല രീതിയിൽ കത്തും. മഞ്ഞ കളറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നീല കളറിൽ തന്നെ ബർണർ കത്തിക്കിട്ടും. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.